ഇത് കംബോഡിയയിലെ സീം റീപ്പിലുള്ള അങ്കൂർ എന്ന് പറഞ്ഞ ഒരു റീജിയനാണ്. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് മോണ്യുമെൻ്റായ അങ്കൂർ വാട്ടാണിത്. അപ്പോൾ ഈ അങ്കൂർ വാട്ട് ഈ അങ്കൂർ റീജിയനിലുള്ളതാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ എന്നാണ് അർത്ഥം. ഇത് 12th സെഞ്ച്വറിയിൽ കൈമർ കിങ് ആയിരുന്ന സൂര്യവർമ്മനാണ് ഉണ്ടാക്കിയത്. ഇത് വളരെ വലിയ കോംപ്ലക്സ് ആണ്. ഇത് വിഷ്ണുവിൻ്റെ അമ്പലമാണ്. അപ്പം ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കൈവരി സർപ്പത്തിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റും 10 തലയുള്ള ഒരു സർപ്പത്തിൻ്റെ രൂപം. അപ്പം അത് അനന്തനാണെന്നാണ് സങ്കല്പം. ഈ കാണുന്ന വലിയ കോംപ്ലക്സിൻ്റെ അകത്ത് ഇനി 2 കോംപ്ലക്സുകളുണ്ട്. അതിൽ സെൻട്രലാണ് മെയിൻ ആയിട്ടുള്ള അമ്പലം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സൺറൈസ് ആണ്. അപ്പോൾ ഇവിടെ രാവിലെ നേരത്തെ എല്ലാവരും സൺറൈസ് കാണാൻ വരും. ഞങ്ങളും അതുപോലെ സൺറൈസ് കാണാൻ വന്നതാണ്. അവിടെ ചെറിയൊരു കുളം പോലെയുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിലെ 5 ടവേഴ്സിൻ്റെ റിഫ്ലക്ഷൻ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. അത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഈ 5 ടവേഴ്സ് പുരാണങ്ങളിലെ മേരു പർവ്വതത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇത് വിഷ്ണുവിൻ്റെ അമ്പലമായിരുന്നു. പക്ഷെ പിന്നീട് രാജാക്കന്മാർ മാറുന്നതനുസരിച്ച് ഇത് ബുദ്ധിസ്റ്റ് അമ്പലമായിട്ട് കൺവേർട്ടായി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഹിന്ദുവായി. അങ്ങനെ കുറേ സ്റ്റോറീസ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ അമ്പലങ്ങളിലെ കാർവിങ്സ് ഒക്കെ അധികവും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ക്യാരക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ ഹിന്ദു ബിലീഫാണ്, നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പാലാഴി മദനത്തിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. അപ്പം ഒരു സൈഡിൽ അസുരന്മാരും മറ്റേ സൈഡിൽ ദേവന്മാരും അമൃത് കടഞ്ഞെടുക്കുന്ന സമയത്തുള്ള ആ ഒരു സങ്കല്പമാണിത്. അപ്പം നടുക്കുള്ളത് മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമാണ്. ഞങ്ങളിനി അടുത്ത് പോകുന്ന ബയോൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം പോവാൻ. ഇത് കംബോഡിയയുടെ ഐഡൻറ്റിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫ്ലാഗിലുമൊക്കെ ഈ അങ്കൂർ വാട്ടിൻ്റെ പടമുണ്ട്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. ഇനി ഞങ്ങൾ ആ ബയോൺ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 54 ടവേഴ്സ് ഉണ്ട് ഈ അമ്പലത്തിൽ. ഈ 54 ടവേഴ്സിൻ്റെ 4 ദിക്കുകളിലും വ്യത്യാസമായിട്ടുള്ള മുഖങ്ങളാണ്. ഓരോന്നിനും ഓരോരോ, ചിലത് കാമായിട്ടുള്ളത്, ചില കണ്ണടച്ചിട്ടുള്ളത്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. അപ്പോൾ ഈ ടെമ്പിള് അങ്കൂർ വാട്ട് പോലെയല്ല. അങ്കൂർ വാട്ടിൽ ഹിന്ദു ടെമ്പിളാണല്ലോ, ഇത് പക്ഷേ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പം ഇവിടുത്തെ ബുദ്ധൻ്റെ എക്സ്പ്രഷൻ പോലെ ആയിരിക്കാം ഓരോ ഈ ടവറുകൾ. 54 ടവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 4 വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന 4 മുഖങ്ങളുണ്ട്. അതിൽ ചിലത് ഹാഫ് ക്ലോസ്ഡ് ഐസ് ആണ്, ചിലത് വളരെ സോഫ്റ്റ് ആയിട്ട് സ്മൈൽ ചെയ്യുന്ന ഇതാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ രൂപങ്ങളാണ് ഈ ടവേഴ്സിനുള്ളത്. ഇത് അത്ര വലിയ ടെമ്പിളാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അകത്ത് കുറേ കയറി കാണാൻ പറ്റി. ഈ അമ്പലങ്ങളിലൊക്കെ ഹിന്ദുയിസവും ബുദ്ധിസവും രണ്ടിൻ്റെയും കുറേ ആസ്പെക്ട്സ് കാണാൻ പറ്റും നമുക്ക്. ഈ അങ്കൂർ റീജിയനിൽ ഫുൾ ടെമ്പിളിൻ്റെ റൂയിൻസ് ആണ്. നമുക്ക് കാണുമ്പോൾ അതിശയം തോന്നും, ഇത്രയും അധികം ടെമ്പിൾസ് ഉണ്ടായിരുന്നോ എന്ന്. ഇതാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്ന എൻട്രൻസ്. ഇതിനകത്ത് ധാരാളം കാണാനുണ്ട്. പക്ഷേ നമുക്ക് ഓരോ കാർവിങ്സും ഓരോ സ്കൾപ്ചേഴ്സും ഒക്കെ അതിൻ്റെ പിന്നിലുള്ള കഥകളും അതിൻ്റെ കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മൾ മൂന്നാമത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ 3 അമ്പലങ്ങളാണ് ഈ അങ്കോർ ഏരിയയിലുള്ളത്. അതിൽ മൂന്നാമത്തെ ആണ് ടാ ഫ്രോം എന്ന് പറഞ്ഞ്. ഈ കോംപ്ലക്സ് 12th സെഞ്ച്വറിയിൽ പണിത സമയത്ത് ഇതൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കുറേ കാലം ഈ കൈമർ എംപയറൊക്കെ നശിച്ചു പോയ സമയത്ത് ഇതൊന്നും ആരും നോക്കാണ്ട് ട്രീസൊക്കെ അകത്ത് വളർന്ന് അങ്ങനെയായി. ഇപ്പോൾ റൂയിൻസ് എല്ലാം പിന്നെ കണ്ടെടുത്ത സമയത്ത് അവർ 2 ടെമ്പിളിനെ മാത്രമേ ഉള്ളൂ റിസ്റ്റോർ ചെയ്തത്. ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അതേപോലെ എങ്ങനെ കിട്ടിയോ അതേപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ ബിൽഡിങ്സിൻ്റെ അകത്തും ജനലിലും എല്ലാ സ്ഥലത്തും വേരുകളാണ്. മുകളിലൊക്കെ വലിയ മരങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് വളരുന്ന ട്രീസ് ഫിഗ് ട്രീസും സിൽക്ക് കോട്ടൺ ട്രീസും ആണ്. അതിൻ്റെ വേരുകൾ ഭയങ്കര ഉറപ്പുള്ള വേരുകളാണ്. അപ്പോൾ അതിങ്ങനെ ഓരോ ബിൽഡിങ്സിൻ്റെയും സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ട് കുറേ അത് പൊളിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് പാമ്പ് ഒക്കെ കിടക്കുന്ന പോലെയൊക്കെ ചില സ്ഥലത്ത് ഫീൽ ചെയ്യും. അതിനകത്ത് കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം എല്ലാ സ്ഥലത്തും മരങ്ങൾ വളർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ട്രീ ടെമ്പിൾ എന്നും കൂടി അവർ പറയുന്നുണ്ട് ഇതിന്.
ഇതും കുറച്ചധികം വലിപ്പമുള്ള ഒരു ടെമ്പിളാണ്. എല്ലാ സ്ഥലത്തും ഇതുപോലെ ട്രീസ് വളർന്നിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ വേരുകളും ഒക്കെ ഒരു ഹോണ്ടഡ് ഏരിയ പോലെ നമുക്ക് ഫീൽ ആവും. ഈ അങ്കൂർ റീജിയൻ തന്നെ പണ്ട് ഭരിച്ചിരുന്നത് കൈമർ കിങ്സ് ആയിരുന്നു. അപ്പോൾ അവരവരുടെ പവറും അവരുടെ അതോറിറ്റിയും അവരുടെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ രാജാക്കന്മാർ വരുന്നതിനനുസരിച്ച് ഈ ടെമ്പിൾ കോംപ്ലക്സ് ഇങ്ങനെ വലുതാക്കി വലുതാക്കി വന്ന് ആ ഏരിയയിൽ ഫുള്ള് ടെമ്പിൾസായി. അങ്കൂർ വാട്ട് ഹിന്ദു ടെമ്പിളാണ്, മറ്റേത് രണ്ടും ബുദ്ധിസ്റ്റ് ബിലീഫാണ്. അവിടുത്തെ കാർവിങ്സും ആ സ്കൾപ്ചേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ മുഴുവൻ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒക്കെയാണ് അവിടുത്തെ സ്കൾപ്ചേഴ്സൊക്കെ. പക്ഷേ നമ്മൾ ബയോൺ ടെമ്പിളിൽ വന്നപ്പോൾ അവിടെ ബുദ്ധ ആണ് കൂടുതൽ ഉള്ളത്. പിന്നെ ഈ തേർഡ് വൺ ഈ ട്രീ ടെമ്പിളിൽ വന്നപ്പം ഇവിടെ നമുക്ക് അകത്ത് കയറാൻ തന്നെ പറ്റാത്തത്രയും ട്രീസും ഒക്കെ വളർന്നിരിക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് എന്താണെന്നൊന്നും മനസ്സിലാവാൻ പറ്റിയില്ല. വളരെയധികം സ്പിരിച്വാലിറ്റി ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെയൊക്കെ ആയിരുന്നു പണ്ടത്തെ പ്രീസ്റ്റ് താമസിച്ചിരുന്നത്, സ്കോളേഴ്സ് പഠിച്ചിരുന്നത്, കുറേ ആൾക്കാരെ പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല ആൾക്കാർ ദൈവത്തിനെ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം, അങ്ങനെ വളരെ വലിയൊരു കോംപ്ലക്സുകളായിരുന്നു ഇതെല്ലാം. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആ സ്പിരിച്വൽ ലൈഫ് നമുക്കിവിടെ വരുമ്പോഴത്തേക്കും മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ എത്ര ലൈവ്ലി ആയിരുന്നിരിക്കും, എത്ര ആൾക്കാരായിരുന്നിരിക്കും അല്ലേ ഇവിടെ പെരുമാറിയതും പഠിച്ചതും താമസിച്ചതും ഒക്കെ. അപ്പം അതിശയം തോന്നും. അപ്പം ഇന്ന് നോക്കൂ, ഇപ്പം ഇതൊന്നുമില്ല, ആരും താമസമില്ല, ഒന്നുമില്ലാത്ത. അപ്പം ഇത് ഒരു മരം സ്പെഷ്യലായിട്ട് അവർ പറയുന്നത് ആനക്കൊണ്ട ട്രീ എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ വേരുകൾ കണ്ടാൽ ആനക്കൊണ്ട കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് വീഴാതിരിക്കാനായിട്ട് അവർ കുറേ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് അതിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം കാർവിങ്സും കൊത്തുപണികളും എല്ലാം കൊണ്ടും ആൾക്കാർ എത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതായിരിക്കും ഈ അമ്പലം. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൗഢി അന്ന് എന്തായിരിക്കും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അത്രയധികം വർക്കുകളുള്ള അത്രയധികം വലിയൊരു ടെമ്പിളാണ് ഇതെല്ലാം ഈ അങ്കൂർ റീജിയനിൽ മുഴുവൻ. അവർ ആ പഴയ കുറേ ടെമ്പിൾസ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത്രയധികം വാസ്റ്റ് ആയതുകൊണ്ട് അത് അവർക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.